ഗൈസ് പ്രൈസ് ഗോഡ്, നമുക്കിന്നൊരു വിശുദ്ധനെ പരിചയപ്പെടാം. വിശുദ്ധരെന്ന് പറയുമ്പോൾ ഈശോയോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് നമ്മൾ 100% ഉറപ്പിച്ച് പറയുന്നതാണ് വിശുദ്ധർ. ഓക്കെ, ഇന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അന്തോണീസ് പുണ്യാളനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പുണ്യാളൻ്റെ ഒരു ചെറിയ കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാം. പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു ചെറിയ വലിയ കാര്യം. വിശുദ്ധ അന്തോണീസ് ദിവ്യകാരുണ്യ ഭക്തനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഫാദർ ആൻ്റണി, അതായത് നമ്മുടെ അന്തോണീസ് പുണ്യാളൻ, ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോണോനില്ലോ എന്ന യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവോസ്തി വെറും അപ്പക്കഷ്ണമാണ്, ദൈവമൊന്നും അതിലില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അന്തോണീസ് പുണ്യാളനെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കഴുതയെ, അതായത് ആ ബോണോനില്ലോ എന്ന വ്യക്തിയുടെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം, 3 ദിവസം അതിന് തീറ്റൊന്നും കൊടുക്കാതെ ചന്തസ്ഥലത്ത് കെട്ടിയിടാന്ന് പറഞ്ഞു. അതിൻ്റെ മുൻപിൽ കുറച്ച് വെള്ളവും വൈക്കോലും വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, അന്തോണീസ് പുണ്യാളനോട് പറയാണ്, താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക. കഴുത ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ അദ്ദേഹം, അതായത് ബോണോനില്ലോ എന്ന വ്യക്തി, ഈശോയിലും തിരുവോസ്തിയിലും വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അന്തോണീസ് പുണ്യാളൻ ആ വെല്ലുവിളി വളരെ പുഷ്പം പോലെ സ്വീകരിച്ചു. തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ബോണോനില്ലോ അദ്ദേഹത്തിൻ്റെ കഴുതയെ പട്ടിണിക്കിട്ട് 3 ദിവസത്തോളം പട്ടിണിക്കിട്ട് കൊണ്ടുവന്നേക്കുവാണ് ചന്തയിൽ. അപ്പോൾ യഹൂദ വെള്ളവും വൈക്കോലും വെച്ച് നീട്ടി, നമ്മുടെ അന്തോണീസ് പുണ്യാളൻ എന്ത് ചെയ്തു, തിരുവോസ്തി ഈശോയെയും വെച്ച് നീട്ടി. അപ്പോൾ നമ്മുടെ കഴുത എന്താ ചെയ്തതെന്നാണ്, കഴുത ഭക്ഷണ സാധനത്തിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരുവോസ്തിയിൽ തല താഴ്ത്തിപ്പിടിച്ച് ഈശോയെ വണങ്ങി. ഇതാണ് ചരിത്രം. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. അങ്ങനെ ആ വ്യക്തി ബോണോനില്ലോ ഈശോയിൽ വിശ്വസിച്ചു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു അനുഭവമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.